സുഹൃത്തുക്കളെ, കണ്ണുകളടച്ച് നമുക്ക് കഥയുടെ മായാലോകത്തേക്ക് യാത്രയാവാം. ഞങ്ങളുടെ തറവാട്ടിലെ മെയിൻ ഡോർ ആരോ കൊട്ടിയടയ്ക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ആ ശക്തമായ അടിയിൽ ഡോറ് കുലുങ്ങാൻ തുടങ്ങി. ശബ്ദം കേട്ടതും ബെഡിൽ കിടന്ന ഞങ്ങൾ ചാടി എഴുന്നേറ്റ് പരസ്പരം പരിഭ്രമത്തോടെ നോക്കി. പേടി കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനങ്ങാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഈ ശബ്ദം കേട്ടതും വീട്ടിലെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു. അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും ഓടി ഹാളിലേക്ക് വന്നു. അപ്പൂപ്പൻ ചോദിച്ചു, "എന്താ മക്കളെ ആ ശബ്ദം?" പക്ഷേ ഞങ്ങളുടെ മുഖഭാവം കണ്ടതും അവർക്ക് മനസ്സിലായി ഞങ്ങളും ഇതേ ചോദ്യത്തിനുള്ള ഉത്തരത്തിൻ്റെ തിരച്ചിലിലാണെന്ന്. അപ്പൂപ്പൻ അടുക്കളയിൽ നിന്നും ഒരു വാക്കത്തിയും കയ്യിൽ പിടിച്ച് ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ആരാ അവിടെ?" പക്ഷേ അതിനൊരു മറുപടിയും കിട്ടിയില്ല. അപ്പൂപ്പൻ 2-3 പ്രാവശ്യം കൂടി ചോദിച്ചെങ്കിലും പുറത്ത് എല്ലാം നിശബ്ദമായിരുന്നു. ഒരുപാട് ശങ്കയോടെ അപ്പൂപ്പൻ ആ ഡോറ് തുറന്നു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. തണുത്ത കാറ്റ് മാത്രം. അപ്പൂപ്പൻ ഡോറടച്ച് അകത്തേക്ക് കയറി. എന്നിട്ട് ഞങ്ങളോട് എന്തോ പറയാൻ തുടങ്ങിയതും ആ മാന്തുന്ന ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. എല്ലാവരും ചെവികൾ കോർത്ത് ഈ ശബ്ദം കേട്ടു നിന്നു. അമ്മൂമ്മ പറഞ്ഞു, "ഞാൻ അപ്പുറത്തെ വീട്ടിലെ വാസുദേവനെ വിളിക്കാം." ശരിയെന്ന് അപ്പൂപ്പനും. അല്പം നേരത്തിനുള്ളിൽ അമ്മൂമ്മ പറഞ്ഞു, "ഫോൺ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ വടക്കേലെ ലളിതയും വിളിച്ചു, പക്ഷെ കോള് പോണില്ല." പിന്നെ അമ്മ പറയാൻ തുടങ്ങി, "ചേട്ടനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്താ അച്ഛ ഈ സംഭവിക്കുന്നത്?" അപ്പൂപ്പൻ എല്ലാവരെയും നോക്കി ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ആ ചോദ്യത്തിൽ ഞാൻ പതറിപ്പോയി. നിങ്ങളിൽ ആരെങ്കിലും നമുക്ക് അവകാശപ്പെടാത്തതെന്തെങ്കിലും ഈ വീട്ടിലേക്കിന്ന് കൊണ്ടുവന്നോ? ഇല്ല എന്ന് അമ്മ അപ്പോൾ തന്നെ പറഞ്ഞു. ഞാൻ അശോകനെയും അവൻ എന്നെയും നോക്കിയതിനു ശേഷം പറഞ്ഞു, "ഇല്ല." അപ്പൂപ്പൻ പറഞ്ഞു, "നിങ്ങളിൽ ആരോ നുണ പറയുന്നുണ്ട്. സത്യം പറ, അല്ലെങ്കിൽ ഇത് നമ്മളുടെ അവസാന രാത്രിയായി മാറും. ഈ സ്ഥലം അത്രയും പ്രശ്നം പിടിച്ചതാ. ദൈവത്തെ ഓർത്ത് എന്നോട് സത്യം പറ. ഞാൻ ആരെയും വഴക്കു പറയില്ല." തല കുനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, "അപ്പൂപ്പ." എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിവരിച്ചു. കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ അമ്മൂമ്മയും അമ്മയും ഞങ്ങളെ നോക്കി നിന്നു. അപ്പൂപ്പൻ ചോദിച്ചു, "നിങ്ങൾ ആ സെമിത്തേരിയിൽ നിന്ന് എന്തെങ്കിലും തൊടുകയോ എടുക്കുകയോ ചെയ്തോ?" ആ ചോദ്യം കേട്ടതും അശോകന്റെ വിറയ്ക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു, "അശോകൻ അവിടെ നിന്നൊരു മോതിരം കിട്ടി അപ്പൂപ്പ. അവൻ അതുമെടുത്തോണ്ടാ വന്നത്." ഇത്രയും നേരം കാര്യങ്ങളെ വളരെ ശാന്തമായി എടുത്ത അപ്പൂപ്പൻ്റെ മുഖം മാറുന്നത് കണ്ടപ്പോൾ എനിക്കെൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നതായി തോന്നി. പോക്കറ്റിൽ നിന്നും ചുവന്ന കല്ലുള്ള ആ തിളങ്ങുന്ന മോതിരവും എടുത്തു പിടിച്ച് അശോകൻ അപ്പൂപ്പനെ നോക്കി. അപ്പൂപ്പൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞു, "നിങ്ങൾ വലിയൊരു ആപത്തിനെയാണ് വിളിച്ചു വരുത്തിയത്. അതൊരിക്കലും അവിടെ നിന്ന് എടുക്കരുതായിരുന്നു."
അപ്പൂപ്പൻ അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് മുഴുവനായി എനിക്ക് മനസ്സിലായത് ഒരു കഥയ്ക്ക് ശേഷമാണ്. അപ്പൂപ്പൻ അശോകൻ്റെ കയ്യിലെ മോതിരം നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ആ സെമിത്തേരി അതൊരു സെമിത്തേരിയല്ല, തെമ്മാടിക്കുഴിയാണ്. 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറേ നാട്ടുകാർ കൂട്ട ആത്മഹത്യക്കിരയായി. ആത്മഹത്യ ചെയ്തവരെയൊക്കെ ആ തെമ്മാടിക്കുഴിയിൽ അടക്കിയത്. അതിനുശേഷം ഈ നാട്ടിൽ അനിഷ്ട സംഭവങ്ങൾ പതിവായി. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടെ കടമറ്റത്തെ കത്തനാറേയും ഏതാനും വൈദികരെയും വിളിച്ചു വരുത്തി ആ തെമ്മാടിക്കുഴി മുൾവേലിയാൽ കെട്ടി ആ സ്ഥലം പൂട്ടിക്കളഞ്ഞു. കുറേ നാളത്തെ പ്രാർത്ഥനകൾക്കും കർമ്മങ്ങൾക്കും ശേഷമാണ് ഈ നാട്ടിൽ സമാധാനവും ശാന്തിയും ലഭിച്ചത്. അന്നത്തെ കത്തനാർ ഒരു കാര്യം എല്ലാവരോടും തീർത്തു പറഞ്ഞിരുന്നു: ഒരു കാരണവശാലും ആരും ആ തെമ്മാടിക്കുഴിയിലെ ഒരു വസ്തുക്കളും എടുക്കരുതെന്ന്. എടുത്താൽ അത് തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കണം, അതും പിറ്റേ ദിവസത്തെ സൂര്യോദയത്തിനു മുമ്പ്. അപ്പൂപ്പൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ എന്നോട് തന്നെ ആ ദേഷ്യം തോന്നി. എന്തിനാണോ ആവോ ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോയേ? ഞാനാണ് എല്ലാത്തിനും കാരണം. അപ്പൂപ്പൻ തുടർന്നു, അവരുടെ വസ്തു തിരികെ കൊടുക്കാതെ അശോകനെ ഒരു പോള കണ്ണടയ്ക്കാൻ അവർ സമ്മതിക്കില്ല. ഞാൻ എനിക്കുള്ള എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ ഞാനത് തിരിച്ചുകൊണ്ടേ വയ്ക്കാം അപ്പൂപ്പ. മുഖം തിരിച്ച ശേഷം അപ്പൂപ്പൻ പറഞ്ഞു, ആരെടുത്തോ അവർ തന്നെ എടുത്തെടുത്ത് കൊണ്ടുപോയി വെക്കണം, അതാണ് നിബന്ധന. ഇത് കേട്ടതും പേടിച്ച് വിറച്ച് അശോകൻ പറയാൻ തുടങ്ങി, ഇല്ല, ഞാൻ പോവില്ല, എനിക്ക് പേടിയാ അമ്മേ, ഞാൻ പോവില്ലെന്ന് പറ അമ്മേ. അശോകൻ്റെ വ്യഗ്രത കണ്ട അമ്മ കണ്ണീരോടെ അപ്പൂപ്പനോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ അച്ഛാ? അപ്പൂപ്പൻ പറഞ്ഞു, ഇല്ല മോളെ, ഇത് മാത്രമാണ് ഏക വഴി. ഇതും പറഞ്ഞ് അപ്പൂപ്പൻ അശോകന് നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വാ മോനെ, നമുക്കിപ്പോൾ തന്നെ പോണം. അശോകൻ പറഞ്ഞു, എന്നാ അമ്മയും ചേട്ടനും എൻ്റെ ഒപ്പം വരട്ടെ. അപ്പൂപ്പൻ പറഞ്ഞു, ഇല്ല മോനെ, അത് കൂടുതൽ അപകടമാണ്, നമ്മൾ 2 പേർ മാത്രമേ പോകാവൂ. അപ്പൂപ്പൻ എന്നിട്ട് ഒരു ടോർച്ചും തോർത്തുമുണ്ടും എടുത്ത് പുറത്തേക്കിറങ്ങാൻ തയ്യാറായി. അശോകനെ അമ്മ ചെരുപ്പ് മെടിയിച്ച് നെറ്റിയിലൊരു ഉമ്മയും കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോൻ നല്ല ധൈര്യത്തോടെ അപ്പൂപ്പൻ്റെ കൂടെ ചെല്ല്, അപ്പൂപ്പൻ കൂടെയില്ലേ. ദേവീ മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഓരോ അടിയും വയ്ക്കണം. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവൻ അമ്മ പറഞ്ഞതിനെല്ലാം തല കുലുക്കി സമ്മതിച്ചു. ഇപ്പോഴും വീട്ടിൽ ആ മാന്തുന്ന ശബ്ദം കേൾക്കാം. ചിലപ്പോഴൊക്കെ ജനലകളും വാതിലുകളും ആരോ കൊട്ടിയടയ്ക്കും. ഞാൻ അശോകൻ്റെ കൈ മുറുക്കെ പിടിച്ചു. എന്നിട്ട് അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അമ്മൂമ്മയും അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അല്പസമയത്തിനുള്ളിൽ അപ്പൂപ്പൻ അശോകൻ്റെ ഒപ്പം വീടിൻ്റെ വാതിൽ തുറന്നു. പെട്ടെന്ന് വീടിനു ചുറ്റുമുള്ള മരങ്ങൾ ശക്തമായ കാറ്റിൽ ആടിയൊലയാൻ തുടങ്ങി. അപ്പൂപ്പൻ അശോകനോട് പറഞ്ഞു, മോനെ, എൻ്റെ കൈ മുറുക്കെ പിടിച്ചോ. പേടി തോന്നുകയാണെങ്കിൽ കണ്ണു മുറുക്കെ അടയ്ക്കണം കേട്ടോ. ചുറ്റും പല ശബ്ദങ്ങളും കേൾക്കുമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ എൻ്റെ ഒപ്പം വരണം. അശോകൻ അപ്പൂപ്പൻ്റെ കൈ മുറുകെ പിടിക്കുന്നത് ഞാൻ കണ്ടു. മനസ്സിൽ പേടിയുണ്ടെങ്കിലും മുഖത്ത് ധൈര്യം നടിച്ച് ഞാൻ അവനെ നോക്കി പറഞ്ഞു, പോയിട്ട് വാ. അപ്പൂപ്പൻ അമ്മൂമ്മയോടും
അമ്മയോടും എന്നോടും പറഞ്ഞു, പ്രാർത്ഥിക്കുക, അത്ര തന്നെ. ടോർച്ചും കത്തിച്ച് അശോകൻ്റെ കയ്യും പിടിച്ച് അപ്പൂപ്പൻ വീടിൻ്റെ പടിയിറങ്ങി. അവർ ഇറങ്ങിയതും ആ മാന്തുന്ന ശബ്ദവും കൊട്ടിയടയ്ക്കുന്ന ശബ്ദവും നിലച്ചു. വീട് തിരികെ ശാന്തതയിലേക്ക് മടങ്ങി. ആ ശാന്തതയിൽ ഞങ്ങൾ അവർ പോകുന്നതും നോക്കി നിന്നു. ഇനിയുള്ള കഥ അശോകൻ എന്നോട് പറഞ്ഞതാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അവരുടെ ചുറ്റും ഓരോ ശബ്ദങ്ങളായിരുന്നു. ആരോ അടുത്തുകൂടെ നടക്കുന്ന ശബ്ദം, കുറുക്കൻ്റെ ഓളി, കാറ്റ്, ഇടിവെട്ട്. പേടിച്ച് വിറച്ച അശോകൻ അപ്പൂപ്പനോട് പറഞ്ഞുപോയി, അപ്പൂപ്പ, എന്താണ് ഈ ശബ്ദങ്ങളൊക്കെ? എനിക്ക് പേടിയാവുന്നു. നമുക്ക് വീട്ടിൽ പോയാലോ? പക്ഷെ അപ്പൂപ്പൻ പറഞ്ഞു, ഇല്ല മോനെ, നീ അത് എടുത്തു വയ്ക്കാതെ ഈ ശബ്ദങ്ങളും ശല്യവും നിലയ്ക്കില്ല. മോൻ വാ. അവർ ആ സെമിത്തേരിയുടെ അടുത്തെത്തിയതും തണുപ്പ് വല്ലാതെ കൂടി. അശോകൻ വിറയ്ക്കാൻ തുടങ്ങി. കയ്യിലുണ്ടായ തോർത്ത് അപ്പൂപ്പൻ അവൻ്റെ മേൽ ചുറ്റിക്കൊടുത്തു. അവർ സെമിത്തേരിയിലേക്ക് നോക്കി. ആ സെമിത്തേരി കോടമഞ്ഞിനാൽ മൂടിയിരുന്നു. അപ്പൂപ്പൻ പറഞ്ഞു, വാ മോനെ, നമുക്കുള്ളിലേക്ക് കയറാം. അല്ല, നിങ്ങളെങ്ങനെയാണ് കയറിയതെന്ന് അപ്പൂപ്പനെ ഒന്ന് കാണിച്ചേ. അശോകൻ മുൾവേലി കൊണ്ട് ദേഹം മുറിയാതെ വളരെ സൂക്ഷിച്ച് ആ വേലി കടന്നു സെമിത്തേരിയുടെ ഉള്ളിൽ കയറി. എന്നിട്ട് അപ്പൂപ്പനോട് പറഞ്ഞു, ദേ അപ്പൂപ്പ, ഇതുപോലെ. പ്രായാധിക്യത്താൽ പാവം അപ്പൂപ്പന് അശോകൻ പറഞ്ഞ പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. മുൾവേലിയിലെ കൂർത്ത മുള്ളുകൾ കൊണ്ട് അപ്പൂപ്പൻ്റെ ദേഹമാസകലം മുറിഞ്ഞു. എന്നിട്ടും അപ്പൂപ്പൻ പിന്മാറാതെ ആ വേലി ചാടിക്കടക്കാനുള്ള ശ്രമം തുടർന്നു. പക്ഷേ ആ പാവം വേലി മറികടക്കാനാവാതെ നിലം പതിച്ചു. അയ്യോ! അശോകൻ പറഞ്ഞു, അപ്പൂപ്പ, അപ്പൂപ്പൻ എന്തെങ്കിലും പറ്റിയോ? നിലം പതിച്ച അപ്പൂപ്പൻ പതിയെ എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല മോനെ, എനിക്ക് കുഴപ്പമില്ല. അശോകൻ നോക്കി. അപ്പൂപ്പൻ്റെ കൈയും കാലും പുറവും മുള്ളുകൾ കൊണ്ട് മുറിഞ്ഞതിനാൽ ചോര പൊടിഞ്ഞിരുന്നു. വീണ്ടും അപ്പൂപ്പൻ ശ്രമിച്ചു. പക്ഷേ കൂടുതൽ മുറിവേൽക്കല്ലാതെ അപ്പൂപ്പൻ ആ വേലി ചാടിക്കിടക്കാൻ സാധിച്ചില്ല. അപ്പൂപ്പൻ സങ്കടത്തോടെ പറഞ്ഞു, മോനെ, എനിക്ക് ഈ വേലി ചാടിക്കിടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മോൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ആ വാക്കുകൾ അശോകൻ്റെ ഹൃദയത്തിൽ മുള്ളുകൾ പോലെ തറച്ചു കയറി. പക്ഷെ അപ്പൂപ്പൻ്റെ ദയനീയമായ ഈ അവസ്ഥ കണ്ടവൻ പറഞ്ഞു, അപ്പൂപ്പ, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പൂപ്പ. അശോകൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നൊഴുകാൻ തുടങ്ങി. അപ്പൂപ്പൻ പറഞ്ഞു, നിന്നെയും കൊണ്ടും പറ്റും മോനെ, നീ ധൈര്യമായി ചെല്ല്. മോൻ ഈ മോതിരം എവിടെ നിന്നെടുത്തോ അവിടെ കൊണ്ടുപോയി തിരിച്ചു വയ്ക്കുക, അത്രേ ഉള്ളൂ. അശോകൻ പറഞ്ഞു, പക്ഷേ ഇവിടെയെല്ലാം ഇരുട്ടല്ലേ അപ്പൂപ്പ, എനിക്ക് പേടിയാണ്. അപ്പൂപ്പൻ പറഞ്ഞു, മോൻ ഈ ടോർച്ച് കത്തിച്ച് പൊക്കോ. മോനെയും കാത്ത് അപ്പൂപ്പൻ ഇവിടെ നിൽപ്പുണ്ടാവും. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അപ്പൂപ്പ എന്ന് ഉറക്കെ വിളിച്ചാൽ മതി. ഞാൻ ദേ മോൻ്റെ കൂടെ തന്നെയുണ്ട്. ധൈര്യമായി പോയിക്കോ. അപ്പൂപ്പൻ്റെ ഷർട്ട് രക്തത്താൽ കുതിർന്നു തുടങ്ങിയിരുന്നു. ഉള്ള ധൈര്യം എല്ലാം സംഭരിച്ച് അശോകൻ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നും ടോർച്ച് മേടിച്ച് സെമിത്തേരിയിലേക്ക് തിരിച്ചു. അശോകൻ വിറയ്ക്കുന്ന കാലുകളാൽ 2 അടി വെച്ചതും ഒരു വവ്വാൽ അവൻ്റെ വലത്തെ തോളിൽ വന്നിരുന്നു. വെറും 5ാം ക്ലാസ്സുകാരനായ അശോകന് പേടിച്ച് കാറാൻ അത് ആവശ്യത്തിലധികമായിരുന്നു. അവൻ ഉറക്കെ കരഞ്ഞു,
അപ്പൂപ്പ, അപ്പൂപ്പ. അപ്പൂപ്പൻ പുറകിൽ നിന്നും പറഞ്ഞു, മോൻ ധൈര്യമായി മുമ്പിലോട്ട് പോയിക്കോ. പലതും കണ്ടൂന്നും കേട്ടൂന്നും വരും. അതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യേണ്ട ദൗത്യം നിർവഹിക്കുക. അശോകൻ അപ്പൂപ്പൻ്റെ വാക്കുകളെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് മുമ്പിലോട്ട് നീങ്ങി. അങ്ങനെ അശോകൻ അപ്പൂപ്പൻ്റെ മുമ്പിൽ നിന്നും മാഞ്ഞുപോയി. എല്ലാം നല്ലതായി തീരണേ ഭഗവതി എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പൂപ്പൻ അവിടെ ഇരുന്നു. അശോകൻ കുറച്ചു നടന്നതും ഇടിവെട്ടോടുകൂടെ മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അശോകന്റെ അടുത്തുകൂടെ എന്തോ ഇഴഞ്ഞു പോകുന്ന ശബ്ദം കേട്ടു. അശോകൻ അങ്ങോട്ട് ടോർച്ചടിച്ചു നോക്കി. അതൊരു കരിമൂർഖനായിരുന്നു. മൂർഖനെ കണ്ടതോടെ അശോകന്റെ ഹൃദയമിടിപ്പ് കൂടി. പക്ഷെ അവൻ അപ്പൂപ്പൻ്റെ വാക്കുകൾ ഓർത്തു. പലതും കാണും, കേൾക്കും. അതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പിലോട്ട് പോണം. അശോകൻ മുമ്പിലോട്ട് നടന്നു നീങ്ങി. ആ പാമ്പ് എങ്ങോട്ടോ മാഞ്ഞുപോയി. പെട്ടെന്ന് ഒരു സ്ത്രീ അലറാൻ തുടങ്ങി. അശോകൻ ചുറ്റും നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. നീണ്ട ഒരു ശ്വാസം വലിച്ച് അശോകൻ മുമ്പിലോട്ട് നീങ്ങി. എവിടെയാണോ ആവോ ആ കുഴിമാടം? എനിക്കറിയില്ലല്ലോ. അശോകൻ ചുറ്റും നോക്കി. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ മാന്തുന്ന ശബ്ദം തിരികെ കേൾക്കാൻ തുടങ്ങി. പിന്നെ ചുറ്റും കുറേ പേടിപ്പിക്കുന്ന ശബ്ദങ്ങളും. ഇനി ഇത് സഹിക്കാൻ പറ്റില്ല എന്നും വിചാരിച്ച് അശോകൻ ഉറക്കെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒരു വസ്തുക്കളും വേണ്ട. ഞാൻ ഈ മോതിരം ഇവിടെ തിരിച്ചു വെക്കാനാ വന്നത്. പെട്ടെന്ന് അവൻ്റെ കൺകോണിൽ അവൻ ആ കുഴിമാടം കണ്ടു. ഒട്ടും സമയം കളയാതെ അവനത് തിരിച്ചു വെച്ചു. ആ മോതിരത്തിന് അതിൻ്റെ സ്ഥാനം തിരികെ കിട്ടിയതും സർവ്വശബ്ദങ്ങളും നിലച്ചു. മഴയില്ല, ഇടിവെട്ടില്ല, വേറെ ഒരു ശബ്ദവുമില്ല. എല്ലാം ശാന്തം, എല്ലാം നിശബ്ദം. പെട്ടെന്ന് തന്നെ അശോകൻ ആ കുഴിമാടത്തിൽ നിന്നും തിരിഞ്ഞ് അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോവാൻ തുടങ്ങി. ആ മോതിരം അവൻ്റെ അടുത്ത് നിന്ന് പോയതും അവന് വല്ലാത്തൊരു സമാധാനം കിട്ടിയതുപോലെയാ തോന്നിയേ. അത്രയും നേരം എന്തോ ഭാരം ചുമക്കുന്ന പോലെ തോന്നിയ അശോകന് ഇപ്പോൾ സ്വസ്ഥമായി നടക്കാമായിരുന്നു. അശോകൻ ഓടി അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് അവനുണ്ടായ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചു. അപ്പൂപ്പൻ പറഞ്ഞു, ഇനി ഒരിക്കലും മോൻ നമുക്ക് അർഹതപ്പെടാത്തത് എടുക്കരുത്. അപ്പൂപ്പനെ അത് പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ അശോകൻ പറഞ്ഞു, പക്ഷെ അപ്പൂപ്പ, ഞാൻ വിചാരിച്ചത് അത് ആരുടെയെങ്കിലും അടുത്തുനിന്ന് കളഞ്ഞു പോയതായിരിക്കുമെന്നാണ്. അപ്പൂപ്പൻ പറഞ്ഞു, കളഞ്ഞു പോയതാവും എന്ന് നാം കരുതുന്ന ഓരോ മുതലിനും ഒരു ഉടമസ്ഥനുണ്ട്. മറ്റൊരാൾ തൻ്റെ മുതൽ കരസ്ഥമാക്കി എന്നറിഞ്ഞാൽ അവർ അതിനായുള്ള തിരച്ചിൽ തുടങ്ങും.